കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ അതിർത്തി നാടുകളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലെക്സ് യുദ്ധം. വഴിക്കടവ് മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഫ്ലെക്സ് യുദ്ധം ആരംഭിച്ചത്. ഫ്ലെക്സ് ഇവിടെ തൂക്കിക്കണമെങ്കിൽ ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾ തന്നെ തൂക്കും. തുടർച്ചയായിട്ട് കപ്പ് തൂക്കുന്ന ടീമായിട്ട് തന്നെ അർജന്റീന മാറും. അതിനുള്ള സ്കോഡ് ഞങ്ങൾക്ക് ഉണ്ട് ഇപ്രാവശ്യം. ആവേശ പോരാട്ടം ആദ്യം തുടങ്ങിയത് അർജന്റീനയാണ്. 350 അടി നീളമുള്ള ഫ്ലക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ബ്രസീൽ ആരാധകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെയാണ് ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലക്സ് റോഡരികിൽ സ്ഥാപിച്ചത്. ഇത് കണ്ടപ്പോൾ തങ്ങൾ സ്ഥാപിക്കാനിരുന്ന 350 അടി ഫ്ലക്സ് അർജന്റീനക്കാർ 602 അടിയാക്കി സ്ഥാപിച്ചു. ഈ തീരുമാനം ബ്രസീൽ ആരാധകരെ ഫ്ലക്സിന്റെ നീളം കൂട്ടാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ തങ്ങൾ 900 അടി നീളമുള്ള ഫ്ലക്സുകൾ വയ്ക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ പറയുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ രണ്ടാഴ്ചയായി തുടരുന്ന ഫ്ലക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. ഏകദേശം 10 ദിവസമായി ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ 150 പേര് ഇതിനൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെ ഒരു 350 ഉദ്ദേശിച്ചത്. അപ്പൊ അത് ചെറിയൊരു വാഷിന്റെ പേരില് ഞങ്ങളിത് 600 സംതിങ് ആക്കി. ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായത് മാറുന്നതിൽ ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ബ്രസീലുകാർ ഇതിലാണ് പൊക്കണെങ്കിൽ ഞങ്ങൾ ഇനിയും നീട്ടാൻ നോക്കും. ഫ്ലക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗം ആരാധകർക്കും ചിലവ് വന്നിട്ടുണ്ട്. ആരാധകരായ പ്രവാസി സുഹൃത്തുക്കളാണ് അകമൊഴിഞ്ഞ് സഹായിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ സ്ഥാപിച്ച ഫ്ലക്സിൽ പെലെയടക്കമുള്ള ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളും ലോകകപ്പ് നേടിയ ചിത്രങ്ങളും കപ്പുകളും ഫ്ലക്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.